പ്രിയ സുഹൃത്തുക്കളെ, മറ്റൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ലോകം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അർജന്റീന മെസ്സി ആരാധകർ കാത്തുകാത്തിരുന്ന ആ പൊൻപുലരി. നാളെ രാവിലെ 6:30 കളി. അർജന്റീന വേഴ്സസ് അൾജീരിയ. നാളെ 2022 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ആ സുവർണ പാതുകം നെഞ്ചോടണയ്ക്കുകയും ആ സുവർണ കപ്പ് കയ്യിൽ ഉയർത്തുകയും ചെയ്തതിന് ശേഷമുള്ള വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അർജന്റീന ടീമിനെയാണ് നമ്മൾ കാണുക. മെസ്സി വളരെ കൂൾ ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. കഴിഞ്ഞ 2022 വേൾഡ് കപ്പ് അങ്ങനെയായിരുന്നില്ല. മെസ്സിക്കൊരു വേൾഡ് കപ്പ് നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ചാവേറുകളെ പോലെ പൊരുതി മരിക്കാൻ തയ്യാറായ ഒരു ശക്തമായ ഒരു പോരാട്ട വീര്യമുള്ള ടീമിനെയാണ് അന്ന് നമ്മൾ കണ്ടത്. ആ ടീമിലെ 16 കളിക്കാർ ഇപ്പോഴും അർജന്റീനയുടെ മുൻനിര താരങ്ങളായിട്ടുണ്ട്. മെസ്സി നേടാതിരുന്ന ഒരൊറ്റ കാര്യം, ഒരു ഇതിഹാസം പോലെ ഈ മണ്ണിൽ ജനിക്കുകയും ഫുട്ബോളിന് വേണ്ടി മാത്രം ശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്തൊരു മനുഷ്യൻ. അയാൾ നേടാതിരുന്ന ഒരൊറ്റ കാര്യമായിരുന്നു ലോകകപ്പ് കിരീടം. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാട്ടത്തിന്റെ അങ്ങേയറ്റത്തോളം പോയ ഒരു ചാവേർ സംഘത്തെയും കൊണ്ടാണ് കഴിഞ്ഞ ലോകകപ്പ് അവർ നേടിയത്. ആ ലോകകപ്പിലെ എല്ലാ താരങ്ങളും ഇപ്പോൾ വളരെ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അവരെല്ലാവരും വിശ്വപ്രസിദ്ധമായ ക്ലബ്ബുകളിലെ മുന്നേറ്റ നിര താരങ്ങളായി മാറിയിരിക്കുന്നു. അങ്ങനെ വളരെയധികം ട്രാങ്ക്വിലിറ്റി, സാന്ത്വനത്തിന്റെയും പക്വതയുടെയും ടീമായി അർജന്റീന മാറിയിരിക്കുന്നു. ആ അർജന്റീനയാണ് നാളെ മറ്റൊരു ആഫ്രിക്കൻ കരുത്തായ റിയാദ് മെഹ്റസിനെ പോലെ, സിറ്റിയുടെ മുൻ താരമായിരുന്ന, ഫോർവേഡായിരുന്ന റിയാദ് മെഹ്റസ് നയിക്കുന്ന 8ഓളം യൂറോപ്യൻ താരങ്ങൾ, 8 യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളുണ്ട് അവർക്ക്. എല്ലാം വലിയ വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്നവരാണ്. ഒട്ടും മോശമാവില്ല നാളത്തെ പോരാട്ടം. എങ്കിലും അർജന്റീനയാണ്, ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. മെസ്സി നേടിയ നേട്ടങ്ങൾ അത് എന്തൊക്കെയായിരുന്നു എന്ന് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. 8 തവണ ബാലൻഡിയോർ, 3 തവണ ഫിഫ ബെസ്റ്റ്, പിന്നെ 2 കോപ്പ അമേരിക്ക, 10 ലാലിഗ കിരീടം, 4 ചാമ്പ്യൻസ് ലീഗ് കിരീടം. ഇനി എന്ത് വേണം? അങ്ങനെയുള്ള മെസ്സിക്ക് ഒരൊറ്റ കിരീടം മാത്രമാണ് കിട്ടാതിരുന്നത്. അത് കഴിഞ്ഞ ലോകകപ്പിൽ 2022 നേടി. ഇപ്പോൾ മെസ്സിയും സംഘവും വളരെയധികം കൂൾ ആണ് എന്ന് വിചാരിച്ച് പോരാട്ടത്തിന് ഒട്ടും കുറവുണ്ടാവില്ല. അങ്ങനെ വിചാരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കുമെന്ന് നാളത്തെ കളി കാണുമ്പോൾ അറിയാം. അർജന്റീന ടീമിൽ അതിന്റെ ഡിഫൻസ് മാത്രം നോക്കിയാൽ മതി. മെസ്സിയോളം തുല്യ പ്രാധാന്യമുള്ള അവരുടെ ഗോൾ കീപ്പർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ വളരെയധികം ക്രൂഷ്യലായിരുന്നു അദ്ദേഹത്തിന്റെ സേവ്, എമിലിയാനോ മാർട്ടിനസ്. മെസ്സിയോടൊപ്പം എപ്പോഴും നിഴലായി നിന്ന അവരുടെ ഡിഫൻസിന്റെ നെടും തൂണായ നിക്കോളസ് ഓട്ടമന്റി, ക്രിസ്ത്യൻ റൊമേറോ, നാഹുൽ മൊളീന, ലിസാൻഡ്രോ മാർട്ടിനസ്. എന്തായിരിക്കും? അതുപോലെ നിക്കോളാസ് ടാഗ്ലിയോഫിക്ക, അതുപോലുള്ള വലന്റൈൻ ബാർക്കോ എന്ന് പറയുന്ന യുവരക്തം, പോരാളിയാണ് അവൻ. മിഡ്ഫീൽഡിൽ എൻസോ ഫെർണാണ്ടസ്, അതുപോലെ അലക്സിസ് മാക്കലിസ്റ്റർ, റോഡ്രിഗോ ഡീപോൾ, നിക്കോപാസ് ഒരു പുത്തൻ താരോദയമാണ്. മുന്നേറ്റ നിരയിൽ ആരൊക്കെയാണ്? കഴിഞ്ഞ തവണത്തെ ഏറ്റവും യങ് ടാലന്റിനുള്ള ഫോർവേഡിനുള്ള അവാർഡ് നേടിയ
യങ് മിഡ്ഫീൽഡർക്കുള്ള അവാർഡ് നേടിയത് എൻസോ ഫെർണാണ്ടസ് ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ടാലന്റ് കാണിച്ച ഫോർവേഡ് ജൂലിയൻ അൽവാരസ്, അതുപോലെ ലൗത്താരോ മാർട്ടിനസ്, സാക്ഷാൽ ലയണൽ മെസ്സി. ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ. നാളത്തെ പുലരിയിൽ ഈ ലോകം അർജന്റീനയ്ക്കായി ആർത്തു വിളിക്കുന്ന സമയ മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ.